VC നിയമനത്തിൽ ഗവർണർക്ക് മുന്നിൽ വഴങ്ങിയ സർക്കാർ തീരുമാനത്തെ ചോദ്യം ചെയ്ത് CPM സെക്രട്ടേറിയറ്റിൽ ചർച്ച. ഒത്തുതീർപ്പ് രാഷ്ട്രീയമായി തിരിച്ചടിയുണ്ടാക്കും എന്ന ആശങ്കയാണ് യോഗത്തിൽ നേതാക്കൾ പങ്കുവച്ചത്. PM ശ്രീ വിവാദത്തിന് തുല്യമായ രാഷ്ട്രീയ പ്രതിസന്ധി ഇത് ഉണ്ടാക്കുമെന്നായിരുന്നു ആശങ്ക. തിരിച്ചടി ഉണ്ടാകില്ലെങ്കിലും തർക്കം അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ലെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ഈ മുന്നണിയെയും ഇരുട്ടിൽ നിർത്തി PM ശ്രീ കരാറിൽ ഒപ്പിട്ടതും ഗത്യന്തരമില്ലാതെ പിന്മാറിയതും സർക്കാരിന് നാണക്കേടായിരുന്നു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു വിദ്യാഭ്യാസ വകുപ്പിന്റെ നീക്കം. അതിനു പിന്നാലെയാണ് ഡിജിറ്റൽ ടെക്നിക്കൽ VC നിയമനങ്ങളിൽ സർക്കാർ ഗവർണർക്ക് വഴങ്ങിയത്. അതും പാർട്ടി അറിഞ്ഞത് മാധ്യമങ്ങളിലൂടെ. കടുത്ത അമർഷമാണ് വിഷയത്തിൽ കഴിഞ്ഞ ദിവസം ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്നത്. മുഖ്യമന്ത്രി ഗവർണർ ഒത്തുതീർപ്പിനെ നേതാക്കൾ ചോദ്യം ചെയ്തു. സുപ്രീം കോടതി വരെ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ ഇത്തരം ഒരു ഒത്തുതീർപ്പ് ഗുണം ചെയ്യില്ല എന്നു മാത്രമല്ല, രാഷ്ട്രീയ തിരിച്ചടി ഉണ്ടാക്കുകയും ചെയ്യും. ഇത് ശരിയായ തീരുമാനമാണെന്ന് കരുതാനാകില്ലെന്നും അഭിപ്രായമുയർന്നു. സർക്കാർ നിലപാടിൽ തെറ്റില്ലെന്ന് സ്ഥാപിക്കാനായിരുന്നു മുഖ്യമന്ത്രിയുടെ ശ്രമം. തർക്കം അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. VC നിയമനത്തിൽ സർക്കാരിന്റെ അധികാരം നഷ്ടപ്പെടുത്താൻ അത് വഴിവെക്കും. മറ്റു വഴികളില്ലാതെയാണ് ഇത്തരമൊരു ഒത്തുതീർപ്പിന് സർക്കാർ തയ്യാറായത്. ഡിജിറ്റൽ സർവകലാശാല VC നിയമനത്തിൽ സർക്കാർ നിലപാട് ഗവർണർ അംഗീകരിച്ചത് മുഖ്യമന്ത്രി വിശദീകരിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തീരുമാനം ചോദ്യം ചെയ്യപ്പെടുക എന്ന അപൂർവതയ്ക്കാണ് തിങ്കളാഴ്ച ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് സാക്ഷിയായത്. ന്യൂസ് 18 തിരുവനന്തപുരം. ഡോക്ടർ സിസക്യ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ അധിക ചുമതല. ഡിജിറ്റൽ സർവകലാശാല VCയായി നിയമിതയായ ഡോക്ടർ സജി ഗോപിനാഥിന് മാതൃസ്ഥാപനത്തിൽ നിന്നും വിടുതൽ ചെയ്യുന്നതിന് കാലതാമസമുണ്ടാകുന്നതുകൊണ്ട് അദ്ദേഹം ചുമതലയേൽക്കുന്നതുവരെ ഡിജിറ്റൽ സർവകലാശാലയുടെ അധിക ചുമതല വഹിക്കാൻ സാങ്കേതിക സർവകലാശാല VC ഡോക്ടർ സിസ തോമസിന് ലോക്ഭവൻ നിർദ്ദേശം നൽകി. സിസ തോമസ് മന്ത്രി R ബിന്ദുവുമായി ചർച്ച നടത്തി. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പൂർണ്ണ സഹകരണം ഉണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു.